പാർത്ഥൻ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് കുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. തീർച്ചയായും. ഇപ്പോൾ പാർത്ഥനും ആഗ്രഹിക്കുന്നുണ്ട്, ഞാനും ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് കുംഭമേളയിൽ ഒന്ന് പങ്കെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് വലിയ കാര്യമായിരുന്നു എന്നുള്ളത്. പക്ഷേ നമ്മുടെ ചില പ്രയാസങ്ങളൊക്കെ കാരണം നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന ചിത്രങ്ങളനുസരിച്ചിട്ട് നമ്മൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ചും മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള നടീ നടന്മാരൊക്കെ കുംഭമേളയിൽ പോലെ സ്നാനം ചെയ്യുന്ന ചിത്രങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ അവർ പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഭയപ്പാടൊക്കെ ആളുകൾക്ക് ഉണ്ടാകും. കാരണം കുംഭമേളയിൽ പങ്കെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഖ്യയാക്കി കളയുമോ എന്നുള്ള ഭയമൊക്കെ കുറച്ച് നേരത്തെ വരെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി ധൈര്യപൂർവ്വം കുംഭമേളയിൽ പോകുന്നു, പങ്കെടുക്കുന്നു, ആ ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുന്നു. അത്തരത്തിലൊരു നടനാണ് ജയസൂര്യ. ജയസൂര്യ കുംഭമേളയിൽ പങ്കെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് പല ചിത്രങ്ങളും. തീർച്ചയായിട്ടും. അതായത് ഗൗതം പറഞ്ഞതുപോലെ മലയാള സിനിമയിലെ നടന്മാരോ അല്ലെങ്കിൽ ആരോ തന്നെ ആയിക്കോട്ടെ കുംഭമേളയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു കാലം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഒന്ന് ഭയന്നേനെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം സംഘി എന്നൊരു വിളിപ്പേര് വരും. കാരണം അതെങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഹിന്ദു ആചാരവുമായി ബന്ധപ്പെട്ട് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ സംഘിയാവുക എന്നതൊരു ചോദ്യമാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നു ഒരു നറേഷൻ. പക്ഷേ ഇപ്പോൾ ആ കാര്യങ്ങളൊന്നുമില്ല. ഈ കുംഭമേളയ്ക്ക് ജാതിയോ മതമോ അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയമോ സംഘമോ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ എന്നൊന്നുമില്ല. എല്ലാ വിധത്തിലുമുള്ള എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ വലിയ കമ്മ്യൂണിസ്റ്റിൻ്റെ എന്താ പറയുക, ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ അപ്പോസ്തലന്മാരെന്നൊക്കെ പറയപ്പെടുന്ന ചില ആളുകളൊക്കെ ഈ കുംഭമേളയിൽ പോയി മുങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ പ്രൈവസിയാണ്. എന്ത് തന്നെയായാലും ജയസൂര്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചില നിലപാടുകളുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റിയിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നടനാണ് ജയസൂര്യ എന്ന് പറയുന്നത്. അദ്ദേഹം ഞാൻ പറയുന്നത് പോലെ അദ്ദേഹം തന്ത്ര അനുഷ്ഠിക്കാറുണ്ട്. അതുപോലെ തന്നെ യോഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു നല്ലൊരു സാധകനാണ് ജയസൂര്യ. പക്ഷേ അദ്ദേഹത്തിന് ജാതിയോ മതമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിവേചനവും കാണിക്കാത്ത എല്ലാ ആളുകളെയും കൂടെ ചേർത്ത് നിൽക്കുന്ന മനുഷ്യനാണ് ജയസൂര്യ എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പേഴ്സണലായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ മറ്റു മതവിഭാഗങ്ങളിലുള്ള ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള യാതൊരു വിവേചനവും അദ്ദേഹത്തിനില്ല. ഇവിടെ ഈ പുരോഗമനമൊക്കെ പറയുന്ന മറ്റു ചില ആളുകളൊക്കെ ഉണ്ട്. അവർ ഈ ചിലപ്പോൾ അവരുടെ നാവിൽ നിന്ന് തന്നെ മറ്റു ഇതര മതസ്ഥരെക്കുറിച്ച് പലതും കേൾക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പറയേണ്ടതാണ്. അപ്പോൾ ഈ ജയസൂര്യയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നുമില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യം കൂടെയാണ്. എന്തായാലും മൂകാംബികയിലൊക്കെ അദ്ദേഹം പോവുകയും പലപ്പോഴും അവിടെയൊക്കെ സാധനയിലിരിക്കുകയും ഈ കുറേ നേരം മൗനമായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ജയസൂര്യയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുറേയധികം വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ അഭിപ്രായം എന്ന് വെച്ചിട്ട് അദ്ദേഹം വല്ലപ്പോഴുമൊക്കെ അദ്ദേഹത്തിൻ്റെ നവമാധ്യമങ്ങളിൽ കൂടെ പോസ്റ്റുകൾ ഇടാറുള്ളൂ. പക്ഷേ ഇപ്പോൾ കുംഭമേളയിൽ പങ്കെടുത്തത് അദ്ദേഹം നവമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു പുണ്യ ചടങ്ങാണ്, ഒരു മഹാചടങ്ങാണ് കുംഭമേള എന്ന് പറയുന്നത്. അതും മഹാകുംഭം 144 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു മഹാത്ഭുതമാണ് കുംഭമേള എന്ന് പറയുന്നത്. ഗൗതം നേരത്തെ പറഞ്ഞതുപോലെ ഞാനും ഗൗതവും ഒക്കെ ആ സ്നാനഘട്ടത്തിലൊന്ന് പോയി മുങ്ങിക്കുളിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ പോകണമെന്ന് കരുതിയതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് പറയാം, ചില ബുദ്ധിമുട്ടുകൾ നമ്മൾക്കുള്ളത് കൊണ്ട് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഒരു ആയുസ്സിൽ ഈ മഹാകുംഭത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതും 100% ഉറപ്പാണ്. പക്ഷേ 12 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പിന്നെ പൂർണ്ണകുംഭമുണ്ട്, അർദ്ധകുംഭമുണ്ട്, കുംഭമേളകൾ നടക്കും. പക്ഷേ മഹാകുംഭത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ മഹാകുംഭത്തിൽ പോയി പങ്കെടുക്കുക എന്ന് പറയുന്നത് ചില ഈശ്വരാധീനമുള്ള, ചില നല്ല മനസ്സുള്ള, ചില യോഗ്യതയുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്നതാണ് എന്ന് കരുതിയിട്ട് നമുക്കൊന്നും യോഗ്യതയില്ല എന്നുള്ളതല്ല. നമ്മൾ അതിനേക്കാളേറെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ജയസൂര്യ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഈ യാത്രയിൽ പങ്കെടുത്തത്. അദ്ദേഹം അവിടെ നിന്നുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. പല ആളുകളും തൻ്റെ മതവിശ്വാസപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ തൻ്റെ പ്രൊഫഷനെ ബാധിക്കുമോ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ചേരിയുടെ ഭാഗമാക്കുമോ എന്നൊക്കെ ആലോചിച്ച് ഭയന്നിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഭയവുമില്ലാതെ എനിക്ക് എൻ്റെ വിശ്വാസം അത് വലുതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അതും വലുതാണ്,
മറ്റുള്ളവൻ്റെ വിശ്വാസത്തെയും ഞാൻ ബഹുമാനിക്കുന്നു, എൻ്റെ വിശ്വാസത്തെയും ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന യഥാർത്ഥ സനാതനം എന്താണ് എന്ന് അറിയുന്ന ഒരാളാണ് ജയസൂര്യ. അതായത് യഥാർത്ഥ സനാതനം എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെല്ലാവരെയും ഒരുപോലെ കാണുന്നുണ്ട്, എല്ലാ ആളുകളെയും ഒരുപോലെ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന എല്ലാ മതവിഭാഗങ്ങളെയും നമ്മൾ ഒരുപോലെ ചേർത്ത് പിടിച്ചതാണ് നമ്മുടെ സംസ്കാരം. സനാതനം, നാശമില്ലാത്ത സംസ്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ പലരും പറയുന്നുണ്ട് സനാതനം എന്നാൽ അതല്ല ഇതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി പഠിക്കാത്ത ആളുകളാണ്. ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് സനാതനവുമായി ബന്ധപ്പെട്ട ഒന്നേ അല്ല. നിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്തോ, അതായത് തത്വമസി എന്ന് പറയുന്ന ആ വലിയൊരു അർത്ഥമുണ്ടല്ലോ, ആ ഒരു വാക്കുണ്ടല്ലോ, എന്താണ് പറയുന്നത്? നീ തേടി വന്നത് എന്താണോ അത് നിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിൻ്റെ ഉള്ളിലിരിക്കുന്നതും ആ മഹാചൈതന്യത്തിൻ്റെ അംശമാണ്. ഇവിടെ ഇരിക്കുന്ന സാക്ഷാൽ അയ്യപ്പനും ആ മഹാചൈതന്യത്തിൻ്റെ അംശമാണ്. അപ്പോൾ എന്താണ്? ഭൂമിയിലെ, അതെ, ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ഒരു ജീവാംശത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവാണ്. ഇതിലും വലിയ സോഷ്യലിസം എവിടെയുള്ളത്? ഇതല്ലേ ഏറ്റവും വലിയ സോഷ്യലിസം? ഞാനും ഗൗതമും നമ്മളെ കൂടെ ഇരിക്കുന്ന ക്യാമറമാനായിട്ടുള്ള അജിലേട്ടനായാലും ഇവിടെയുള്ള മറ്റാളുകളായാലും ഇവരുടെ ഒക്കെ ഉള്ളിലുള്ള സോൾ എന്ന് പറയുന്നത് ഒരു ആത്മാവിൽ നിന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു. അതെ, ഒരു വേലിക്കെട്ടുകൾക്കും എന്താണ് മുറിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ സോള് എന്ന് പറയുന്ന സംഭവം. അതിനെ തിരിച്ചറിയാൻ യഥാർത്ഥത്തിൽ യഥാർത്ഥ സനാതനധർമ്മ വിശ്വാസികൾക്ക് സാധിക്കുന്നുണ്ട് എന്നത് വലിയ ഒരു കാര്യമാണ്. ലോകത്തിന് അത് വലിയ സന്ദേശമാണ്. ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ, ഇന്നത്തെ യുദ്ധത്തിൻ്റെ രക്തരൂക്ഷിതമായിട്ടുള്ള പല അന്തരീക്ഷങ്ങളും പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ ഒരു അന്തരീക്ഷത്തിൽ സനാതനധർമ്മവും കുംഭമേളയും നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അത് ശാന്തിയുടേതാണ്. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഈ യൂറോപ്പിൽ നിന്നുള്ള പല ആളുകളും സനാതനധർമ്മം സ്വീകരിച്ചു. അവർ അപ്പം പറഞ്ഞ സന്ദേശം എന്ന് പറയുന്നത് ലോകത്തിന് ശാന്തി എന്ന് പറയുന്ന ഒരു ആശയത്തെ നൽകിയത് സനാതനധർമ്മമാണ്. അതെ, യോഗ എന്ന് പറയുന്ന മഹത്തായ അറിവ് കൊടുത്തത് ആരാണ്? നമ്മുടെ ഭാരതമല്ലേ. ഭാരതം അറിവിൻ്റെ കേന്ദ്രമാണ്. അറിവിനെ തേടി വന്ന ആളുകൾക്ക് മുമ്പിൽ നളന്തയും തക്ഷശിലയും പോലുള്ള സർവകലാശാലകൾ തുറന്നിട്ട് കൊടുത്ത ഒരു സംസ്കാരത്തിൻ്റെ പേരാണ് ഭാരതം അല്ലെങ്കിൽ സനാതന സംസ്കാരം എന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും ഇവിടെ ഈ കുംഭമേളയിലേക്ക് പോയി ഈ ജയസൂര്യ പങ്കുവെച്ച ചിത്രങ്ങൾ കാണുമ്പോൾ മലയാള സിനിമാ ലോകത്ത് നിന്ന് പങ്കെടുത്ത ഒരു സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ ജയസൂര്യയാണ്. സംയുക്ത പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അത്തരം ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയമില്ലാതെ നമുക്ക് നമ്മുടെ ആചാരങ്ങളിൽ പങ്കെടുക്കാം, നമുക്ക് പോകാം എന്ന് നമുക്ക് തെളിയിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കാം എന്ന് കരുതുകയും ചെയ്യാവുന്ന, അല്ലെങ്കിൽ നമുക്ക് മാതൃകയാക്കാവുന്ന ചില കാര്യങ്ങളാണ് ഈ ജയസൂര്യൊക്കെ ഇടുന്ന ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴും നമ്മുടെ ഈ പല നാട്ടിലെ പല യുവാക്കൾക്കും ഇന്നും ഒരു വല്ലാത്തൊരു ഭയം അവരെ പിടികൂടിയിട്ടുണ്ട്. അതായത് ചന്ദനം തൊട്ടിട്ട് ഒരു പിക്ചർ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ എന്നെ കുറച്ച് ആളുകൾ ചേർന്ന് സംഖ്യയാക്കുമോ അല്ലെങ്കിൽ സംഖ്യ ചിത്രീകരണം നടത്തുമോ എന്നൊക്കെ ഭയം എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ചും പല നടന്മാർക്കും ഈ ഭയമുണ്ട്. ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന എൻ്റെ വിശ്വാസം ഇതാണ് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ധൈര്യസമേതം വിളിച്ചു പറയാൻ ജയസൂര്യ പലപ്പോഴും മടിക്കാറില്ല. അദ്ദേഹം പല ക്ഷേത്രങ്ങളിൽ പോകുന്ന, അദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ട് ക്ഷേത്രങ്ങളിൽ പോകുന്ന ചിത്രങ്ങൾ, അങ്ങനെയുള്ള ഭക്തിപരമായിട്ട് താൻ വലിയൊരു വിശ്വാസിയാണെന്ന് എപ്പോഴും ജയസൂര്യ തെളിയിച്ചിട്ടുണ്ട്. മോഹൻലാലും അതേപോലെ തന്നെയാണ്. ലാലേട്ടനും അതെ, അത് വലിയൊരു ഉദാഹരണമാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. ലാലേട്ടനും ജയസൂര്യയും ഒക്കെ മലയാള സിനിമാ ലോകത്തെ ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ്. ജയേട്ടനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജയസൂര്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റിയെ പറ്റിയൊന്നും ആളുകൾക്ക് അധികം അറിയില്ല. അദ്ദേഹം അത് പുറത്തു പറയാനൊന്നും ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൈവസിയാണ്. പക്ഷേ എങ്കിൽ പോലും അതിലൂടെയൊക്കെ നടന്നു നീങ്ങുന്നതിൻ്റെ ഒരു ഗുണം അദ്ദേഹത്തിൽ കാണാനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തും ലാലേട്ടൻ്റെ അടുത്തും ഒക്കെ പോയി നിൽക്കുമ്പോൾ അവരുടെ ഒരു ഓറയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സാംസ്കാരികമായ സമ്പന്നതയുണ്ട്, നമ്മളോട് പെരുമാറുന്ന രീതിയുണ്ട്. ഒരു വലിയ നടൻ നമ്മളോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഈ ജയസൂര്യയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭമേളയിലൊക്കെ പോയി ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്ക് ഈ കുംഭമേളയിൽ പോയി മുങ്ങാൻ കിട്ടിയ അവസരം വലിയതായി കാണുന്നു എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ കാണിക്കുന്ന ആ മനസ്സ് തന്നെ നമ്മളെപ്പോലുള്ള ആളുകളെ കാണുമ്പോഴും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ, അതായത് പെരുമാറ്റം ഞാൻ ഒരു മഹാ സൂപ്പർ സ്റ്റാറാണ്, നീ വഴിമാറി നടക്കൂ എന്നൊന്നുമില്ല. നമ്മളെ കേൾക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്ന, ഒരു മറയുമില്ലാതെ സംസാരിക്കുന്ന മറ്റുള്ള ആളുകളെ വരെ നമുക്ക് പരിചയപ്പെടുത്തരുന്നത്.
പറയുന്നത്. എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു വലിയ നടൻ്റെ കൂടെ എനിക്കൊരു ഫോട്ടോ എടുക്കാനൊരു കാര്യം ഇങ്ങനെ ആഗ്രഹം ഉണ്ടായി നിന്ന സമയത്ത് ഒരു മറയുമില്ലാതെ ഞാൻ പോലും ആഗ്രഹിക്കാതെ എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് നിങ്ങൾ ആ ഫോട്ടോ എടുത്തോളൂ പറഞ്ഞ ആളാണ് ഈ പറയുന്ന ജയസൂര്യ. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചെയ്തു തരുന്ന, ഫോൺ പെട്ടെന്ന് എടുക്കുന്ന ആളാണ്. മാത്രമല്ല ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ വന്ന് ഇത് പറയുമ്പോൾ നമ്മൾ അതും കൂടി പറയണമല്ലോ. സനാതനത്തിൽ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവനെ സഹായിക്കുക, മറ്റുള്ളവൻ എന്തെങ്കിലും കൊടുക്കുക, അതിഥി ദേവോ ഭവ എന്നൊക്കെ. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പം ലാലേട്ടനായാലും ജയസൂര്യ ആയാലും മറ്റു പലരും. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു സനാതന മതവുമായി ബന്ധപ്പെട്ടല്ല കേട്ടോ, മമ്മൂക്കിയായാലും ആരായാലും അവരൊക്കെ അവരുടെ സ്പിരിച്വാലിറ്റി കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ഇവരൊക്കെ തന്നെ ചെയ്യുന്നത്, ഒരു കരം ചെയ്യുന്നത് മറുകരം അറിയരുത് എന്നുള്ള വിശ്വാസികളാണ്. അത് അറിഞ്ഞ് ചെയ്യുന്നത് ആയാലും ഒരു പ്രശ്നവുമില്ല, പക്ഷെ അറിയാതെ ചെയ്യുന്നതും അവർ പക്ഷെ അതിനൊരു എന്താണ് പബ്ലിസിറ്റി ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെയൊക്കെ ഒരു മഹത്വം എന്ന് പറയുന്നത്. എന്തായാലും കുംഭമേളയ്ക്ക് പോയി അത് അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി, ധൈര്യത്തോടുകൂടി പോസ്റ്റ് ഇട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവെച്ച് തൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ജയസൂര്യ എന്ന് പറയുന്ന നടൻ എല്ലാവർക്കും ഒരു അഭിമാനമാണ്, അന്തസ്സാണ്. ഇത് നാളെ എനിക്കും പറ്റും, ഞാൻ പോയാൽ ഞാൻ സംഖ്യയാവില്ല എന്ന ബോധം എനിക്കും ഉണ്ടാക്കി തരാൻ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം സംഖ്യയല്ല, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും, അദ്ദേഹം അത് വെളിപ്പെടുത്തിയിട്ടില്ല. ഏതോ ആയിക്കോട്ടെ, ഞാൻ കരുതുന്ന ഒരു വിവേചനവും ഇല്ലാത്തൊരു നടൻ എന്ന നിലയ്ക്ക് ശരിയാണ്. ഹിന്ദുക്കളെ എല്ലാവരെയും സംഖ്യകളാക്കുന്ന പ്രവണതയൊക്കെ തെറ്റാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതിനൊരു മുതൽക്കൂട്ടാണ് ജയസൂര്യയുടെ ഈ ഒരു എന്താണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ച എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ള ആളുകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കുംഭമേള കഴിയുന്നതിന് മുമ്പ് നമുക്കും ഒരുപക്ഷെ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം, അല്ലേ? എന്തും സംഭവിക്കാമല്ലോ.